CP സലീമിനെ തന്നെ ഇയാൾ കരിവാക്കിക്കൊണ്ട് ബദറിന്റെ ചരിത്രം പറയുന്നിടത്ത് അവിടെ അദ്ദേഹം ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ. അർത്ഥം മാറ്റി പറയുന്നത് കേട്ടോളൂ. ും നിലത്ത് കുത്തി രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ, ഈ 300-ൽ പരം മാത്രം വരുന്ന ഈ അനുയായികളെ നീ എങ്ങാനും നശിപ്പിച്ചാൽ ലം തുഅബദ്, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. കണ്ടോ, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നാണോ ലം തുഅബദ് എന്നതിനർത്ഥം? അത് ഈ മൗലവിമാർ അവരുടെ വകയിൽ മായം ചേർത്തതാണ്. ലം തുഅബദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞു നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്ന് ആമായി പറഞ്ഞു. അതിൽ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റ് ഏതാണ്? അത് അല്ലാഹു ഇല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലാണ്. ബദറിലാണ് ഇത് പറയുന്നത്. ബദർ യുദ്ധം നടന്നത് എന്തിനാണ്? അതാണ് വാസ്തവത്തിൽ CP സലീമിന്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയം. ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ബദറിലുള്ള ആശയ പ്രശ്നം എന്താണ് എന്നാണ്. ദുആ എന്നതിന് ഇബാദത്ത് എന്ന് തഫ്സീർ പറയാറുണ്ട്, ഇബാദത്തിന് ദുആ എന്നും തഫ്സീർ പറയാറുണ്ട്. അത് തഫ്സീറുകളിലൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ദുആ എന്ന് പറഞ്ഞിടത്ത് ഇബാദത്ത് എന്ന് അർത്ഥം പറയുകയും ഇബാദത്ത് എന്ന് പറഞ്ഞ ദുആ എന്ന അർത്ഥം പറയുകയും മുഫസ്സിറുകളുടെ സാധാരണ പതിവാണ്. ആ പതിവനുസരിച്ച് രണ്ടും കൂടി ചേർത്തി അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് പറഞ്ഞ് തുഅബദ് എന്നതിന് ആരാധിക്കപ്പെടുന്നതല്ല എന്നതിന് പ്രാർത്ഥിക്കപ്പെടുന്നതുമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ CP സലീമിനെ ആക്ഷേപിച്ച പേരോട് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ അതേ പരി ചെയ്യുന്നത് കണ്ടോളി. ഓ നബിയേ, തങ്ങൾ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അല്ലാഹുവിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഞാൻ പറയുന്ന ആയത്തിന്റെ ഒക്കെ തഫ്സീർ എടുത്തു നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്നത് പോലെയല്ലേ അർത്ഥമുള്ളത്? ഇനിയും ഖുർആൻ പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ. അതാ പള്ളികൾ മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും ആരാധിക്കരുത്. കണ്ടോ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ്. അവിടെ മുമ്പ് ആരാധിക്കാന്നാക്കി. വഅന്നൽ മസാജിദ അല്ലാതെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത് എന്നാണ്, ദുആ ചെയ്യരുത് എന്നാണ്. അപ്പൊ ദുആക്ക് മൂപ്പർ ആരാധന എന്നർത്ഥം പറഞ്ഞു. എന്നാ രണ്ടും കൂടി പറഞ്ഞോ? സലീം പറഞ്ഞ മാതിരി ആരാധിക്കരുത് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു, അത് പറഞ്ഞില്ല. സലീം രണ്ടും പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഒന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ദുആക്ക് ഇബാദത്ത് എന്ന് ഇയാൾക്ക് അർത്ഥം പറയാ, ഇബാദത്തിന് ദുആ എന്ന് സലീമിന് അർത്ഥം പറയാൻ പാടില്ല. ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് മാത്രം വിളിച്ചാൽ മതിയോ? പോരാ, പേരോടിന്റെ ഇരട്ടത്താപ്പ്, സ്പെഷ്യൽ ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായി ജനങ്ങളെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ പറഞ്ഞത് ബദർ ഉണ്ടായത് എന്തിനാണ്? പേരോട് CP സലീമിനെ കളിയാക്കുന്ന ഒരു രംഗം നിങ്ങൾ കേട്ടോളി. മുജാഹിദുകൾ അവരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ CD-യിൽ പറയുന്ന ഒരു കളവ്, ഒരുപാട് കളവുകൾ ഉണ്ട്, അതിൽ ഒരു കളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ബദർ ഉണ്ടായത് നബിയെ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കരുതെന്ന് പറയാനാണ് ബദർ ഉണ്ടായത്. അപ്പോ ഇബ്രാഹിം നബിയെ എന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവിന്റെ നബിയാണ് എന്ന് വിശ്വസിച്ചിട്ട് ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ച ഏത് മുശ്രിക്കാ ഉണ്ടായിരുന്നത്? അതൊന്ന് കേട്ടോളൂ നിങ്ങൾ ആ കളവ്. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്. ബദർ ചരിത്രം വിവരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ബദറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ബദർ പാട്ടുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്? നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അപ്പോ ബദറിന്റെ ആശയം എന്താണെന്ന് ജനങ്ങൾ അറിയരുത്. ബദർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബദരീങ്ങളാണ്ട് കൊണ്ടാടാനും ബദർമാല ചെല്ലാനും ബദരീങ്ങളെ പേരിൽ ആണ്ട് കഴിക്കാനും അതുപോലെ തന്നെ ബദർ മൗലിദ് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാനും മാത്രമാണ്. ബദറിന്റെ ആശയം ജനങ്ങൾ അറിയാൻ പാടില്ല.
എന്താണ് ബദറിന് പിന്നിലുള്ള ആശയം? അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സന്ദേശവുമായി വന്നപ്പോ അവിടുത്തെ മക്ക മുശ്രിക്കുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ പിന്നെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇയാൾ പറയണം ഇബ്രാഹിം നബിയേ എന്ന് പേര് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ ബിംബം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് തർക്കണ്ടോ? മഹാനായ ഇബ്രാഹിമേ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ഇബ്രാഹിം നബിയേ എന്ന് വിളിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാ. ഇബ്രാഹിം നബി മഹാനാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അതവർ പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? വാദമുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തുറന്നു പറയണം. അല്ല, ഇബ്രാഹിം നബിയെ അവർ വിളിച്ചിട്ടുമില്ല, ആരാധിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന് ബിംബം വെച്ചിട്ടുമില്ല എന്നൊരു പുത്തൻ വാദം ഉണ്ടെങ്കിൽ അതും ഇവിടെ വന്ന് പറയണം. വാസ്തവത്തിൽ ഒരു സൃഷ്ടാവുണ്ട് ഈ ലോകത്തിന്. അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് മുഹമ്മദ് പറഞ്ഞു കളഞ്ഞു. അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണോ മുശ്രിക്കുകൾ പറഞ്ഞത്? അതല്ലെങ്കിൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് അള്ളാഹു, അവന് നിങ്ങൾ ആരാധന ചെയ്യണം, ഇത് പുത്തൻ വാദമാണ്, ഇത് മുഹമ്മദ് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണോ മുശ്രിക്കുകൾ പറഞ്ഞത്? അല്ല. പിന്നെയോ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് അള്ളാഹു, അവനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അവനാണ് ലോകത്തെ സൃഷ്ടിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആരാധന, നിങ്ങളെ ഇബാദത്ത് അവന് മാത്രമായിരിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ റസൂലും സഹാബത്തും മക്ക മുശ്രിക്കുകളുമായി അടഞ്ഞത്. ഇലാഹം വാഹിദ, എല്ലാ ആരാധ്യന്മാരെയും കൂടി മുഹമ്മദ് ഒറ്റ ആരാധ്യനാക്കിയല്ലോ. ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. ഇബ്രാഹിം ഞങ്ങൾ ആരാധ്യനാണ്, ഇസ്മായിൽ ഞങ്ങൾ ആരാധ്യനാണ്, അതുപോലെ ലാത്ത ഞങ്ങൾ ആരാധ്യനാണ്, യഹൂത്ത് എന്ന് തുടങ്ങിയ മഹാന്മാരൊക്കെ ഞങ്ങൾ ആരാധ്യന്മാരാണ്. അവർക്കൊക്കെ ആരാധന ചെയ്യാ, കൂട്ടത്തിൽ അള്ളാനെ ആരാധിക്കാ. ഇതായിരുന്നു അവരാശയം. അള്ളാനെ മാത്രം എന്നത് അവർക്ക് ദഹിക്കുമായിരുന്നില്ല.